ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സഹല എഴുതിയിരിക്കുന്ന ഒരു മെയിലിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സഹല. യഥാർത്ഥ പേരല്ല കേട്ടോ. എനിക്ക് 33 വയസ്സുണ്ട്. എൻ്റെ വിവാഹം 18ാമത്തെ വയസ്സിൽ കഴിഞ്ഞതാണ്. വീട്ടിലെ ഏറ്റവും മൂത്ത പെൺകുട്ടിയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിടണമെന്ന് അവർക്ക് നിർബന്ധമായിരുന്നു. എനിക്ക് ആഗ്രഹങ്ങൾ മുട്ടിടും മുമ്പേ എന്താണ് കാര്യങ്ങളെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു. പക്ഷേ വിവാഹം കഴിഞ്ഞ് ചെന്നിടത്ത് വിചിത്രമായ രീതികളായിരുന്നു. കാരണം എൻ്റെ ഭർത്താവിന് ആരോടും താല്പര്യമില്ല, ഒന്നിനോടും താല്പര്യമില്ല. രാവിലെ ഒരു കടയിൽ ജോലിക്ക് പോകും, വൈകുന്നേരം തിരിച്ചു വരും. എന്തെങ്കിലും ആഹാരം എടുത്തു കൊടുത്താൽ കഴിക്കും. എന്നോട് സ്നേഹമായിട്ട് പെരുമാറാനൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതുപോലെ തോന്നും. സത്യം പറഞ്ഞാൽ മറ്റു പെണ്ണുങ്ങളെ പോലെയല്ല ഞാൻ. എനിക്കത് ഒത്തിരി അനുഗ്രഹമായിരുന്നു. അയാൾ അവിടെങ്ങാനും കിടന്നുറങ്ങുന്നതാണ് എനിക്ക് നല്ലത്. അമ്മായിയമ്മ പാവമാണ്, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. എന്നോടും നല്ല കാര്യമാണ്. രാവിലെ അവരുടെ കൂടെ അടുക്കളയിൽ കയറണം, പാചകമൊക്കെ ചെയ്യണം. 5-6 കറികളുണ്ടെങ്കിലേ ആ വീട്ടിലെല്ലാവരും കഴിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ 24 മണിക്കൂറും അടുക്കളയിൽ തന്നെ. ഞങ്ങൾ രണ്ടുപേരും അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ജീവിച്ചു എന്ന് പറയാം. ഒരിക്കൽ പോലും അമ്മായിയമ്മ നിൻ്റെ ഭർത്താവിൽ നിന്ന് നിനക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നീ ഇവിടെ സന്തുഷ്ടയാണോ എന്നൊന്നും ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ പറ്റിയിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ഇക്കയുടെ കാര്യം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ, ഓ അവനൊരു പാവമാ, കടിഞ്ഞിൽ പൊട്ടനാണ്, അതുകൊണ്ട് നീ വലിയ കാര്യമായിട്ട് എടുക്കണ്ട, അവനോട് നീ അങ്ങ് പൊരുത്തപ്പെട്ടു പോകൂ എന്ന് പറയും. പൊരുത്തപ്പെടാതെ എന്ത് ചെയ്യാനാണ്? എൻ്റെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ എനിക്ക് യാതൊരു സ്ഥാനവുമില്ല. ഇഷ്ടമില്ലാതെ ഇറങ്ങിപ്പോകാൻ ഒരു സ്ഥലവുമില്ല. അപ്പോൾ പിന്നെ എല്ലാ പെണ്ണുങ്ങളെയും പോലെ എൻ്റേതും ഒരു കഥ മാത്രം. പക്ഷേ 23 വയസ്സായപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് പല പല സ്നേഹങ്ങളും കിട്ടണം. അന്ന് ദാഹവും മോഹവും ഒന്നുമില്ലായിരുന്നു എന്ന് വെച്ചാൽ കല്യാണം കഴിക്കുന്ന സമയത്ത്. പക്ഷേ 23 വയസ്സായി കഴിഞ്ഞപ്പോഴേക്കും അടുത്തുള്ള പെൺകുട്ടികൾക്കൊക്കെ കുട്ടികളുണ്ട്. അവർ ഭർത്താക്കന്മാരോടൊപ്പം കറങ്ങാൻ പോകുന്നു. അങ്ങനെ പല പല സ്നേഹപ്രകടനങ്ങളും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കും എൻ്റെ ജീവിതത്തിൽ മൊത്തം കുറവുകളാണെന്ന് തോന്നി. ആ വീട്ടിലെ ആളുകൾ ഒഴികെ, എൻ്റെ ഭർത്താവ് ഒഴികെ ബാക്കി എല്ലാവരും, എൻ്റെ വീട്ടുകാരടക്കം, കുട്ടികൾ ഉണ്ടാകാത്തതെന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഡോക്ടറെ കാണിക്കണമെന്ന് ഈ കഴിഞ്ഞ വർഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്കതിന് മറുപടിയില്ലായിരുന്നു. കാണിക്കാം എന്ന് പറയും. ആർക്കാ കുഴപ്പം, അവനാണോ നിനക്കാണോ എന്നൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. പക്ഷേ ആ വീട്ടിൽ ആരും ഇതിനെപ്പറ്റി ചോദിച്ചിട്ടേ ഇല്ല. അവർക്ക് കുട്ടികൾ വേണമെന്നുമില്ല, വേണ്ടാന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. ഒരു ദിവസം ഞാൻ അമ്മായിമ്മയോട് പറഞ്ഞു, ഉമ്മ, ഇപ്പം എനിക്ക് 24 വയസ്സായി, ഇതുവരെയും കുട്ടികളില്ലാത്തതുകൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുകയാണെന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞു, ഭാര്യയും ഭർത്താവിനും ഇടയ്ക്ക് കുട്ടികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് നിൻ്റെ ഉത്തരം കൊടുക്കണമെന്ന്. എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. എങ്കിലും അന്ന് ഞാൻ എൻ്റെ അനിയത്തിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. കാര്യം, അവൾക്ക് ആ സമയത്തേക്ക് കല്യാണമായിരുന്നു. അവളും ഭർത്താവും പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. എൻ്റെ യഥാർത്ഥ കഥ കേട്ട് അവൾ ഞെട്ടി. എൻ്റെ ഇതായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം, ഇത്രയും നാളായിട്ടും നിങ്ങളൊരു വാക്ക് എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, എങ്ങനെ പറയാനാണ്? ആ വീട്ടിൽ ഞാൻ യാന്ത്രികമായി ജീവിക്കുകയാണ്. അവിടെ ആരും ഒന്നും ചോദിക്കാനില്ല, ഒന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ഒരു വർത്തമാനം കേട്ടു. മാഡം, അടുത്ത വീട്ടിലെ സ്ത്രീയോട് എൻ്റെ അമ്മായിമ്മ സംസാരിക്കുന്നതാണ്. കുട്ടികളില്ലാത്തതിനെ കുറിച്ചിട്ടാണ് ആ വിഷയം. പക്ഷേ ഇന്ന് വരെയും അങ്ങനൊരു സംസാരം ഞാൻ കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മായിമ്മ പറയുകയാണ്, ഓക്ക് കുട്ടികളൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. എന്തായാലും അവളെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇവിടെങ്ങാനും നിന്നോട്ടെ, അവനും അവളെ ഉപേക്ഷിക്കാൻ താല്പര്യമില്ല, പഠിച്ചോ തരട്ടെ, ഉണ്ടാകുമ്പോൾ ഉണ്ടായാൽ മതി എന്ന് പറയുകയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മകൻ്റെ പ്രശ്നങ്ങൾ അവർക്കറിയാമായിരിക്കാം. ആ ബലഹീനതകളെല്ലാം അവർ തള്ളിക്കളഞ്ഞിട്ട് എനിക്ക് കുട്ടികളുണ്ടാകില്ല എന്നുള്ള രീതിയിൽ മറ്റുള്ളവരോട് പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പം എനിക്ക് മനസ്സിലായി, ഇവർ ഇങ്ങനെ പാവമായി പെരുമാറുന്നെങ്കിലും നല്ലൊരു കള്ളിയാണ്. കായംകുളം കൊച്ചുണ്ണിക്ക് കഞ്ഞി വെച്ച് കൊടുത്ത ഒരു കള്ളിയാണിവർ. എന്തായാലും ആ സ്ത്രീ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്മായിമ്മയോട് വഴക്കുണ്ടാക്കി. അമ്മയ്ക്ക് നാണമില്ല ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നിങ്ങളുടെ മകൻ, അങ്ങനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്കറിയാമോ? ജോലി കഴിഞ്ഞ് എവിടെയെങ്കിലും വന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞാലൊന്നും കുട്ടികളുണ്ടാകില്ല. അതിന് മറ്റു കാര്യങ്ങൾ വേണമെന്ന് ഉമ്മയ്ക്ക് അറിയില്ലേ? ഉമ്മയ്ക്ക് ഭർത്താവ് ഉണ്ടായതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ ദേഷ്യത്തോടുകൂടി പറഞ്ഞു, എടീ, ഉറങ്ങുന്ന ഭർത്താവിനെ ഉണർത്തിയെടുക്കുന്നവളാണ് ഭാര്യ. ഭാര്യയ്ക്കത് അറിയില്ലെങ്കിൽ ഇങ്ങനെ കൂഞ്ഞു വലിച്ചുകൊണ്ടിരിക്കും. മേലിൽ എന്നോട് പരാതി പറയരുത്. നീ തന്നെയാണ് തെറ്റുകാരി. അതുകൊണ്ടാണ് ആ സ്ത്രീയോട് ഞാൻ അങ്ങനെ പറഞ്ഞത്.
നീയാണ് കാരണക്കാരി. കാര്യം നിനക്ക് ഭർത്താവിനെ നന്നായി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മ, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? എന്ത് ചെയ്യണമെന്ന് ഞാനിപ്പോൾ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? നിനക്ക് സമപ്രായമുള്ള ആൾക്കാരില്ലേ, അവരോട് അങ്ങോട്ട് ചോദിക്കുക. അല്ലെങ്കിൽ നിൻ്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞില്ലേ, അവളോട് ചോദിച്ചാൽ മതി. പ്രേമിച്ച ഒരുത്തിൻ്റെ കൂടെ വർഷങ്ങളായി കറങ്ങി നടന്ന് കല്യാണം കഴിച്ചവളല്ലേ അവൾ. അവളെക്കാൾ കൂടുതൽ ആർക്കറിയാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു, ഉമ്മ വെറുതെ അവളെ പഴി പറയരുതെന്ന്. ഞാൻ പഴി പറയുന്നില്ല, അവളോട് അങ്ങ് ചോദിച്ചാൽ മതി. എന്നിട്ട് സ്വന്തം ഭർത്താവിനെ നീ കൈകാര്യം ചെയ്യുക. അവൻ ഉറങ്ങിക്കിടക്കുന്നവനാണെങ്കിൽ ഉണർത്തുക. അതാണ് നിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവരും എന്നെ കൈ ഒഴിഞ്ഞല്ലോ. അല്ലെങ്കിലും അവർ വന്ന് ഉണർത്താൻ പറ്റുമോ? അവർ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചെറിയ പ്രായത്തിൽ ഒന്നും അറിവില്ലാത്തവളായിരുന്നു. അങ്ങനെ വർഷങ്ങൾ പോയി. ഇവർക്കും മകൻ്റെ പ്രശ്നങ്ങൾ അറിയാം. അതുകൊണ്ട് അവരും മിണ്ടാതിരുന്നു. ഈ വീട്ടിൽ എല്ലാവരും കണ്ണടച്ചു. അയാൾ വഷളാകുകയും ചെയ്തു. ഇനിയെങ്കിലും ശ്രമിക്കണം. അങ്ങനെ ഞാൻ ശ്രമിക്കാൻ തുടങ്ങി. പക്ഷേ പുള്ളി ഒരിക്കലും അടുത്തില്ല. തിരശ്ശീല മാറ്റാതെ പാവക്കൂത്ത് നടക്കുമോ മാഡം? അതേപോലെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ പല രീതിയിലും അദ്ദേഹത്തെ ഒന്ന് രസിപ്പിക്കാൻ നോക്കി. പക്ഷേ 0 എന്ന മാർക്കായിരുന്നു ഫലം. അവസാനം ഞാൻ എല്ലാ കാര്യങ്ങളും പിന്നീട് എൻ്റെ അനിയത്തിയോട് വിസ്തരിച്ച് പറഞ്ഞു. അവൾ പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ എല്ലാറ്റിനും മറുപടി പറയാം. ഇപ്പോൾ ഞങ്ങൾ ടൗണിലൊരു പുതിയ ഫ്ലാറ്റ് വാങ്ങിച്ചു, അങ്ങോട്ടേക്ക് മാറുകയാണെന്ന്. ഞാനത് കേട്ട് അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങളെപ്പോലെ തന്നെ സാമ്പത്തിക സ്ഥിതിയുള്ള ആളാണ് അവൾ പ്രേമിച്ച ചെക്കനും. അവനെന്തൊക്കെയോ ബിസിനസ് ചെയ്യാണെന്ന് പറയെങ്കിലും ഇത്രയും നാളുകൾക്കിടയിൽ ഇവർക്ക് ടൗണിൽ ഫ്ലാറ്റ് വാങ്ങാൻ മാത്രം പണം ഇടുന്നുണ്ടായി. എനിക്ക് ഒന്നും മനസ്സിലായില്ല. ആ സംശയമാണ് എന്നെ അലട്ടിയത്. അന്നേരം ചോദിക്കാതെ പിന്നീട് അവൾ സമാധാനമായി വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചോദിച്ചു, എടി, എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നിനക്ക് എങ്ങനെയാണ് ഇത്രയും പൈസ കൊടുത്ത് ഇങ്ങനെയൊരു വീട് എടുക്കാൻ പറ്റിയെന്ന്? അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചിക്ക് എന്താ സംശയം? എൻ്റെ ഇക്കാൻ്റെ കയ്യിൽ കാശുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഓക്കെ, ഇക്കാൻ്റെ കയ്യിൽ കാശുണ്ട്. അതെല്ലാം ഇത്ര പെട്ടെന്ന് എങ്ങനെ വന്നു? അത് വേറെന്തെങ്കിലും വഴിക്ക് വന്നാണോ? നല്ല വഴിക്കല്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഒന്നും മിണ്ടിയില്ല. എന്തോ കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവളെ ഞാൻ തുടർച്ചയായിട്ട് അത് പറഞ്ഞ് ശല്യപ്പെടുത്തി. എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുമില്ല. അവസാനം അവൾ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അവൾ പ്രേമിച്ച അവളുടെ ഭർത്താവ് അവനെ പണ്ട് തൊട്ടേ ചുറ്റിക്കളിയാണ്. അവൻ്റെ ബിസിനസ്സും അതൊക്കെ തന്നെയാണ്. ഇവൾക്ക് കാര്യങ്ങളെല്ലാം ആദ്യമേ അറിയാം. പ്രേമമാണെന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ ചുറ്റിക്കറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇവളെ കൊണ്ടവൻ വേറൊരു ട്രാപ്പിൽ പെടുത്തി. അതായത് പ്രേമിച്ചു കൊണ്ട് തന്നെ ഒരു സാറിനെ പരിചയപ്പെടുത്തി. സാറിൻ്റെ കൂടെ കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. ആദ്യം നല്ല പ്രേമത്തിൽ നടന്നിരുന്ന ഇവക്ക് വലിയ പ്രയാസമായിരുന്നു. പക്ഷേ ആ വീട്ടിൽ അവൻ ഒറ്റയ്ക്കാക്കിയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. ഇവളും ഇവനും തമ്മിൽ നേരത്തെ അല്ലറ ചില്ലറ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൾക്ക് പേടിയേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം അനുഭവ സമ്പത്തുണ്ട്. പക്ഷേ പുതിയൊരാളാകുമ്പോൾ എന്തായാലും പേടി വരുമല്ലോ. പക്ഷേ പേടിയൊന്നും ആ സാർ വകവെച്ചില്ല. അയാൾ അതിർത്തികൾ കടന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവൾക്ക് നിശബ്ദമായി സഹിക്കുകയേ കാര്യമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2 മണിക്കൂർ കഴിഞ്ഞ് അവളുടെ കാമുകൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഏതൊരു കാമുകിയും പോലെ ഇവളും കിടന്ന് കരയുകയും വിളിക്കുകയൊക്കെ ചെയ്തു. അവൻ സമാധാനിപ്പിച്ചു. പക്ഷേ അടുത്ത ക്ഷണം അവൻ കൊടുത്തത് 30,000 രൂപയാണ്. എൻ്റെ അനിയത്തി 30,000 രൂപ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. അവൾക്ക് തോന്നി, കരഞ്ഞെങ്കിലെന്താ, വിശ്വാസവഞ്ചന കാണിച്ചെങ്കിലെന്താ, എനിക്ക് 30,000 കിട്ടിയല്ലോ എന്ന്. പിന്നീട് ഇവൻ പല സമയത്ത് അവളോട് പറഞ്ഞിട്ടുണ്ട്. അവൾ പോയി 30,000-വും 60,000-വും ഒക്കെ വാങ്ങിച്ചിട്ടുമുണ്ട്. ആക്ച്വലി അവൻ്റെ പ്രധാന ഹോബി എന്ന് പറയുമ്പോഴേക്കും പെൺകുട്ടികളുമായിട്ട് പ്രേമം ഉണ്ടാക്കുക, പിന്നെ ഈ വഴിക്ക് പോവുക. അതിൽ നിന്ന് അവന് ഗുണവും ഉണ്ടായിട്ടുണ്ട്, കോട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അവൻ്റെ പ്രധാന പണസമ്പാദനം ഇത് തന്നെയാണ്. ഇവൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കൂട്ടത്തിൽ അധികം എതിർപ്പില്ലാത്തത്. പതുക്കെ പതുക്കെ അവൻ്റെ രഹസ്യങ്ങളൊക്കെ അവൻ തുറന്നു പറയാൻ തുടങ്ങി. അങ്ങനെയായി കഴിഞ്ഞപ്പോൾ 2 പേരും തമ്മിൽ ഒരു സമവായത്തിലെത്തി. കാര്യം 2 പേർക്കും ഇതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവർ 2 പേരുടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യത്തിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. വേറെ ഏതെങ്കിലും പെൺകുട്ടികളാണെങ്കിൽ ചതിച്ചേ പ്രശ്നമായി എന്ന് പറഞ്ഞു കിടന്ന് കാര്യം. ഇതിപ്പോൾ ചക്കിക്കൊത്തൊരു ചങ്കരൻ, ചക്കയ്ക്കൊത്തിരി പിച്ചാത്തി എന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങൾ 2 പേരും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ചതിൽ പിന്നെ ഇവളും സജീവമായ രംഗത്തുണ്ട്, അവനും സജീവമായ രംഗത്തുണ്ട്. അവനെ കണ്ടാൽ സൂപ്പർ സുന്ദരനാണ്. എൻ്റെ അനിയത്തി എന്നേക്കാൾ സുന്ദരിയാണ്. 2 പേരും ഒത്തുനിന്ന് കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാനാണ് മാഡം പ്രയാസം. അങ്ങനെയാണ് അവർ ഈ ചെറിയ കാലം കൊണ്ട് ഫ്ലാറ്റ് വാങ്ങിച്ചത്. 2 പേരുടെയും കഥ കേട്ട് ഞാൻ ഞെട്ടിപ്പോയി.
ഇതാരോടും പറയരുതെന്നും എന്നെപ്പോലെ കൂട്ടിലടച്ച് കിളിയെപ്പോലെ ജീവിക്കാനെന്നും അവൾക്ക് വയ്യാന്നും പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ അനിയത്തിയല്ലേ, അവളുടെ രഹസ്യം ഞാൻ സംരക്ഷിച്ചല്ലേ പറ്റൂ. പിന്നീടാണ് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത്. ഇവിടെ ഇങ്ങനെയാണ്, ഭർത്താവ് നിർഗുണൻ, അമ്മായിമ്മ എന്നെക്കുറിച്ച് നിർഗുണപരമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ഭർത്താവിനെ ചേച്ചി ഒന്ന് അടുത്ത് ചെന്ന് ശിവമല്ലിപ്പൂവേ എന്ന് പാടി നോക്കിയോന്ന്. ഞാൻ പറഞ്ഞു, ശിവമല്ലിപ്പൂവ് ഞാൻ പാടി, ജുംബാ ജുംബായും പാടി, ഒരു ഗുണമില്ല മോളെ. എങ്കിൽ ചേച്ചി ഒരു കാര്യം പറ ഭർത്താവിനോട്. എന്തായാലും കുട്ടികളില്ലാത്തതുകൊണ്ട് ഈ വിവാഹബന്ധം എനിക്ക് ഉപേക്ഷിച്ച് പോകേണ്ടി വരും. നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ അനങ്ങുന്നോ അതോ അനങ്ങാതിരിക്കുകയാണോ എന്ന് ഞാൻ ആ കാര്യം എൻ്റെ ഭർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് പറഞ്ഞു, അങ്ങേർക്ക് യാതൊരു താല്പര്യമില്ല, പ്രവർത്തനക്ഷമമല്ല. എങ്കിൽ ഡൈവോഴ്സ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ പുള്ളി അത് പറ്റില്ല, നീ എന്നെ വിട്ടു പോകരുത്, നീയുമായി ജീവിച്ച് ശീലിച്ചു പോയി, എനിക്കൊന്നും വയ്യെങ്കിലും നീ എൻ്റെ കൂടെ കാണണം. അപ്പോൾ കുട്ടികൾ വേണ്ടേ? അത് എനിക്കറിയില്ലെന്ന് പറയുന്നു. ഒരു പാതി പൊട്ടും വട്ടുമാണ് എൻ്റെ ഭർത്താവെന്ന് എനിക്ക് മനസ്സിലായി. ഈ കഥകൾ എൻ്റെ അനിയത്തിയോട് പറഞ്ഞപ്പോൾ അനിയത്തി പൊട്ടിച്ചിരിച്ചു. എന്താടി അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നീ പൊട്ടിച്ചിരിക്കുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, എങ്കിൽ യാതൊരു കുഴപ്പവുമില്ല, ഒരു ഗുണവുമില്ലാത്ത ഭർത്താവ്, പക്ഷേ എപ്പോഴും ഇത്ത കൂടെ വേണമെന്ന് നിർബന്ധം. ഇത്ത ഭർത്താവിനെ മയക്കി ഒരുക്കുന്നില്ലെന്ന് കംപ്ലൈൻ്റുള്ള അമ്മായിയമ്മ. ഇനിയിപ്പം അവിടെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോഴേക്കും ഇത്തയ്ക്ക് പുതിയ ലോകത്തിലേക്ക് വരണം, പിന്നെ ഒരു കുട്ടിയും ഉണ്ടാക്കണം. നീ എന്തൊക്കെയാണ് പെണ്ണെ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ വല്ല സാഹിത്യം എഴുതാൻ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇത് സാഹിത്യമല്ല, വേറൊരു സാഹിത്യമാണ്. ചേച്ചി ഇങ്ങോട്ടിങ്ങി വാ, ചേച്ചിയുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർത്തു തരാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ അവിടെ എന്തെങ്കിലും പ്രത്യേക മാർഗങ്ങളുണ്ടോയെന്ന്. പിന്നെ മാർഗങ്ങളുണ്ട്. എൻ്റെ ഇക്ക പന പോലെ ഇങ്ങനെ നിൽക്കുകയല്ലേ, ഇക്ക എന്തിനു റെഡിയാണ്. ചേച്ചി ഇവിടേക്ക് 10 വട്ടം വന്നിട്ട് പോയാൽ മതി, ചേച്ചി ആഗ്രഹിക്കുന്ന റിസൾട്ട് ഉണ്ടാകുമെന്ന്. ഞാൻ പറഞ്ഞു, തോന്നിയ ദിവസം പറയരുത്, എന്നെക്കുറിച്ച് നീ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? നീ എങ്ങനെ വഴിതെറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് ഞാൻ വഴിതെറ്റാൻ നടക്കുകയല്ലെന്ന്. ചേച്ചി വഴിതെറ്റിയാലും വഴിതെറ്റിയില്ലെങ്കിലും നാട്ടുകാരല്ല ചേച്ചിയെ എന്താ വിളിക്കാൻ പോകുന്നതെന്ന് അറിയാമല്ലോ. ഇങ്ങനെ വെറുതെ ഉണക്കക്കുള്ളി പോലെ അവിടെ ജീവിച്ചിട്ടൊരു കാര്യമില്ല. ആരെങ്കിലും എടുത്ത് അടുപ്പിൽ വെക്കും, എരിഞ്ഞു തീരും. അതല്ലാതെ എന്താ ചേച്ചി ഒരു പ്രയോജനം? ഇവിടെ വരാമെങ്കിൽ ഇക്ക ഇവിടെ ഉണ്ടല്ലോ. പിന്നെ ഇക്ക ഫുൾ ടൈം മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ പിന്നെ ചേച്ചിയുടെ ആഗ്രഹങ്ങളിലേക്കൊന്ന് പ്രവർത്തിച്ചാൽ എനിക്കെന്താ പ്രശ്നം? അയ്യോ, എൻ്റെ അനിയത്തിയുടെ ഭർത്താവല്ലേ, അനിയത്തി എന്ത് വിചാരിക്കും? അങ്ങനൊന്നും ഒന്നും നോക്കേണ്ട കാര്യമില്ല. എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് കടന്നു വരാം, ആഗ്രഹങ്ങൾ സഫലീകരിച്ച് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ അവളോട് വഴക്കുണ്ടാക്കി. പക്ഷേ അവൾക്ക് യാതൊരു കുലുക്കവുമില്ല. വേണമെങ്കിൽ മതി എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. ഞാൻ ഒത്തിരി ആലോചിക്കുമ്പോൾ ഒന്നും അറിയാത്ത എനിക്ക് അവളുടെ ഭർത്താവ് ശരിക്കും കിട്ടുന്ന മുന്തിരിയാണ്. പലവട്ടം എത്തിച്ചാടി മുന്തിരി പറിച്ച കുറുക്കൻ. പക്ഷേ ഇവിടെ ചാടുക പോലും വേണ്ട, മുന്തിരി താഴ്ന്നു കിടക്കുകയാണ്, പറിച്ചെടുക്കാം. അതിൽ നിന്ന് പിന്മാറി വഴിതിരിഞ്ഞു പോകുന്നത് ശരിയാണോ എന്ന് ഞാൻ ഓർത്തപ്പോൾ ഒരു ഉൾപ്പുളകം. 18 വയസ്സ്, അന്ന് തൊട്ട് ഈ പ്രായം വരെ ഒന്നും അറിയാത്തൊരു ജീവിതം, പഴികൾ മാത്രം കേട്ട ഒരു ജീവിതം, അടുക്കളയിൽ മാത്രം ജീവിച്ചൊരു ജീവിതം. എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വേണ്ടേ? അറിവിൻ്റെ പൊരുൾ തേടി പോകണ്ടേ? പലവിധ ചിന്തകളും എൻ്റെ ഉള്ളിൽ മതിച്ച് ഉണരുകയായിരുന്നു. അപ്പോൾ അവസാനം ഞാൻ തീരുമാനമെടുത്തു, അനിയത്തി പറഞ്ഞതുപോലെ കേൾക്കാമെന്ന്. അവളെ വിളിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും നല്ല തീരുമാനം, ഇത്ത ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പക്ഷേ സ്ഥിരമായിട്ട് അവിടെ പോയി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള പോക്ക് എൻ്റെ അമ്മായിമ്മ സംശയിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അനിയത്തി പറഞ്ഞു, അതിനെന്താ, ഞങ്ങൾ പുതിയ ഫ്ലാറ്റിലേക്ക് മാറിയില്ലേ, അപ്പോൾ അവിടെ എനിക്ക് കൂട്ടായിട്ട് വരികയാണെന്ന് പറഞ്ഞാൽ മതി. എല്ലാ ദിവസവും എൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ല, അതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഇത്ത വന്നേ പറ്റൂ എന്നുള്ള കാര്യം ഞാൻ വിളിച്ചു പറയാം. അവൾ എൻ്റെ അമ്മായിമ്മ വിളിച്ച് പറഞ്ഞു, ചില ദിവസങ്ങളിലൊക്കെ ഇത്തേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. കാര്യം എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്ത ദിവസങ്ങളിൽ പുതിയ ഫ്ലാറ്റല്ലേ, അതുകൊണ്ട് എനിക്ക് ഇത്തിരി പേടിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, അതിനെന്താ, അവൾ വന്നോട്ടെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. അങ്ങനെയാണ് ഞാൻ അവിടെ ഫ്ലാറ്റിലേക്ക് പോയത്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനുണ്ട്. ഈ പ്രായത്തിൽ ടെൻഷൻ അടിക്കാതെ എല്ലാം റിലാക്സ് ആകേണ്ട പ്രായമാണ്. പക്ഷേ ഞാനിപ്പോഴും കന്നിമാസം കഴിയാത്തൊരു പെണ്ണാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ 18കാരേക്കാൾ കൂടുതൽ എൻ്റെ നെഞ്ച് തുടിക്കില്ലേ മാഡം? തുടിച്ചു. പേടിച്ചാണ് ഞാൻ അവിടെ ചെന്നത്. എൻ്റെ പേടിയും വിറയലും കണ്ട് അവൾ എന്നെ കളിയാക്കി.
അയ്യോ, ഇത്തയുടെ മുഖഭാവം കണ്ടിട്ട് എനിക്ക് തന്നെ കഷ്ടം തോന്നുന്നു. എൻ്റെ ഇക്കയെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു വിടുക? ഇക്ക കുറച്ച് സ്പീഡുള്ള കൂട്ടത്തിലാണ്, പറഞ്ഞ് കേൾക്കില്ല, പായുന്ന ചീറ്റപ്പുലിയാണ്. എൻ്റെ ഇത്ത ആ ചീറ്റപ്പുലിയുടെ മുന്നിൽപ്പെട്ട് ശരിക്കും ഭയങ്കരമായി പേടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പേടിപ്പിക്കാതെ പെണ്ണെ, എനിക്ക് പേടിയാണ്, എനിക്കൊന്നും അറിയില്ല. അപ്പോൾ അവൾ പിന്നെയും പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പോൾ പ്രോഗ്രാം സ്ലൈറ്റായിട്ടൊന്ന് മാറ്റാം. എന്താ മാറ്റുന്നത്? ഇന്ന് ഇക്ക ഇങ്ങോട്ട് വരുന്നില്ല, അതിന് പകരം അനസാണ് വരുന്നത്. അനസോ? അതാരാ? ഇത്ത പേടിക്കേണ്ട കാര്യമില്ല, 22 വയസ്സേ ഉള്ളൂ. ഇതേപോലെ തന്നെയാ അവനും. വലിയ രീതിയിലുള്ള ഒരു പരിചയമില്ലാത്ത രണ്ടാളുകളാവുമ്പോൾ അവർക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്ന് അവൾ എന്നോട് പറഞ്ഞു. അവൾ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അതിൻ്റേതായ ചില പ്രയോഗങ്ങളുമുണ്ട്. ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് പേടിയാണെന്ന്. ഇത്ത പേടിക്കേണ്ട യാതൊരു കാര്യമില്ല, ഞാനിവിടെ ഇല്ലേ, അപ്പുറത്തെ മുറിയിൽ ഞാനുണ്ട്. ഇപ്പുറത്തെ മുറിയിൽ ഇത്ത വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായിട്ടും ഒന്നും അറിയാതെ മണിയറയിലേക്ക് വലത്തുകാലെടുത്ത് വെച്ച് കയറുന്നു. ജീവിതത്തിൽ എപ്പോഴെങ്കിലും അറിയേണ്ട ശുഭമുഹൂർത്തമല്ലേ ഇത്താത്? ആവോളം എൻജോയ് ചെയ്യൂ, ടെൻഷൻ കളയൂന്ന് പറഞ്ഞു. അന്ന് അവളുടെ ഹസ്ബൻഡ് വന്നില്ല, അനസാണ് വന്നത്. ആ പയ്യനെ കണ്ട് ഞാനും ഞെട്ടിപ്പോയി. എന്തൊരു സുന്ദരനാണ്, കൊള്ളാം, പ്രതീക്ഷകൾക്ക് അപ്പുറം ഓമനത്വവും ആണത്വവും എല്ലാം പപ്പാതിയുണ്ട്. ഒന്ന് വിളഞ്ഞു മുറ്റിയ പരുവമല്ല, പക്ഷേ ഇളം പിഞ്ഞ് വെള്ളരിക്ക, അത് എപ്പോഴായാലും നല്ലതല്ലേ, ജ്യൂസ് കൂടുതൽ കാണും. അവൻ എന്നെ കണ്ട് ഓടി വന്ന് ഷേക്കാൻ തന്നു. ഓ ഇത്തൊരു സുന്ദരിയാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് ഒന്ന് കുളിർന്നു. അത് കഴിഞ്ഞ ശേഷം പറഞ്ഞു, നിങ്ങൾ സഹോദരിമാരിൽ ഇത്ത തന്നെയാണ് ഏറ്റവും നല്ല ഹൂറിയെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമായി. അയ്യോ, എൻ്റെ അനിയത്തിയല്ലേ സുന്ദരി, എനിക്ക് എങ്ങനെയാണ് പട്ടം ചാർത്ത് കിട്ടിയത്? എനിക്കൊന്നും അറിയില്ല. പക്ഷേ ചെക്കനതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സ് നന്നായി റിലാക്സായി. ഞങ്ങൾ ഒരുമിച്ച് തോളോട് തോൾ ചേർന്നിരുന്ന് TV കണ്ടു. അനിയത്തി അടുക്കളയിലായിരുന്നു, അവൾ അങ്ങോട്ട് വന്നില്ല. അവൻ എൻ്റെ ദേഹത്ത് ചാരിക്കിടന്നിട്ടാണ് TV കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് പോപ്പോയും തുടങ്ങി. എനിക്കാണെങ്കിൽ അത് പുതിയ അനുഭവമാണ്. ആദ്യം ഞാൻ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും 3ാമത്തെ വട്ടമായപ്പോഴേക്കും കാര്യങ്ങൾ എനിക്ക് ഇക്ഷ പിടിച്ചു. അവൻ പല കുസൃത്തരങ്ങളും കാണിച്ചു. അതിൽ കുറച്ചൊക്കെ ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ എല്ലാം ഓക്കെയായി. അവൾ ഭക്ഷണം വിളമ്പി വെച്ചു. ആ സമയത്ത് ഒന്നിച്ച് കഴിക്കാനിരുന്നപ്പോൾ ചേർന്നിരുന്നാണ് അവൻ കഴിക്കുന്നത്. ഞാൻ വാരിക്കൊടുക്കണമെന്ന് അവൻ നിർബന്ധിച്ചു. ഞാൻ വാരിക്കൊടുത്തു. അപ്പോഴേക്കും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ ടെൻഷൻ അധികമില്ലാതെയാണ് മണിയറയിൽ ഞാൻ കാലെടുത്ത് വെച്ചത്. അവൻ ഒന്നും പേടിക്കണ്ട എന്ന് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു മാന്ത്രികനെ പോലെ റിലാക്സ് ആകൂന്ന് എന്നോട് പറഞ്ഞു. ഞാൻ എപ്പോഴോ ആഴത്തിലുള്ള മയക്കത്തിലേക്ക് പോകുന്ന പോലെ എനിക്ക് തോന്നി. മയക്കത്തിൽ ആഴക്കടലിൽ തിമിംഗലം ഊളിയിടുന്നത് പോലെ എനിക്ക് തോന്നി. എല്ലാം എൻ്റെ തോന്നലാണോ അതോ സുനാമി ആഞ്ഞടിക്കുകയാണോ? ഒന്നും എനിക്കറിയില്ല. ഈ ബഹുനില ഫ്ലാറ്റ് തകർന്ന് താഴേക്ക് പതിക്കുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു. ഞാൻ ഏതോ പേടിയിൽ നിലവിളിക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് ഒന്നും ഓർമ്മയില്ല. ഏതോ ഒരു നിദ്രയിലായിരുന്നു ഞാൻ. പക്ഷേ തിരിച്ചറിവുള്ളൊരു നിദ്രയായിരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് ചോദിച്ചു, ഇതാ എന്താണെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ലെന്ന്. ഇനിയിപ്പോൾ ഉണർന്നിരിക്കണം, അപ്പോഴേ മനസ്സിലാകൂ ഇത്ത എല്ലാം എന്ന് പറഞ്ഞു. എന്തായാലും അടുത്തത് തിരിച്ചറിവോടുകൂടിയുള്ള ഒരു യാത്രയായിരുന്നു. ആ യാത്രയിൽ താളത്തുള്ളാൻ ഞാനും മിടുക്കിയായി മാറി. ഒന്ന് പഠിച്ചാൽ ഏത് ഡിഗ്രിക്ക് പഠിക്കാമല്ലോ. അവനെ എനിക്ക് മറക്കാൻ പറ്റിയില്ല. ഞങ്ങൾ രണ്ടുപേരും ഫോൺ നമ്പരൊക്കെ കൈമാറിയിട്ടാണ് പോന്നത്. പിന്നെ എൻ്റെ അനിയത്തിനോട് പറഞ്ഞു, ഇനിയിപ്പോൾ ചേച്ചിക്ക് ധൈര്യമുണ്ടെങ്കിൽ അവൻ വിളിക്കുമ്പോൾ എവിടെ വേണമെങ്കിലും ഒന്ന് കറങ്ങാമല്ലോ എന്ന്. അങ്ങനെ ആ പയ്യനും ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ അവൻ വിളിച്ചപ്പോഴൊക്കെ പല സ്ഥലത്തും പോയി. അവളുടെ വീട്ടിലും പോയിട്ടുണ്ട്. അവളുടെ ഭർത്താവുമായുള്ള ആദ്യത്തെ കരാർ ഞാനും മറന്നു, അവരും മറന്നു. അതൊരു കരാർ മാത്രമായി അവശേഷിപ്പിച്ചു. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഇവനിൽ കൂടി സാധിച്ചെടുക്കുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഏകദേശം ഒരു വർഷമെടുത്തു മാഡം. ഈസി ആയിട്ടൊന്നും നടക്കില്ലല്ലോ. ആദ്യത്തെ 3-4 മാസം ഞാൻ ഓർത്തത് ഭർത്താവിനോട് പറയേണ്ടെന്നാണ്. പക്ഷെ പിന്നീട് ഞാൻ യഥാർത്ഥത്തിലുള്ള കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു. എന്തായാലും നിങ്ങൾക്ക് പറ്റില്ല,
പുറത്തുനിന്നുള്ള സഹായം നമുക്ക് ആവശ്യമായി വരും. അതിന് എൻ്റെ അനിയത്തി സഹായിക്കും. അതുകൊണ്ടാണ് പോകുന്നത്. ഇല്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവ് ഒന്നും പറഞ്ഞില്ല. ഓക്കെ, സാരമില്ല, എനിക്ക് സാധിക്കില്ലല്ലോ, അതുകൊണ്ട് ഈ വഴി തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മൗനാനുവാദം പിന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് റിസൾട്ട് കിട്ടിയത്. അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ഓക്കെ എന്നുള്ള മട്ടിൽ അംഗീകരിച്ചു. ബാക്കി എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമായിരുന്നു. അങ്ങനെ സംതൃപ്തകരമായി ആ കാര്യങ്ങൾ റെഡിയായി. ഒരാൺകുട്ടിയാണ് എനിക്കുണ്ടായത്. അമ്മായിമ്മയുടെ പരാതിയെല്ലാം തീർന്നു. അവരിപ്പോൾ എന്നെ ഒരു രാജകുമാരിയെ പോലെയാണ് നോക്കുന്നത്. ഈ വീട്ടിലോ പുറത്തോ എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാം നിർത്താമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അനസിനെ എനിക്ക് മറക്കാൻ പറ്റില്ല. ആ ബന്ധം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ 2 മാസത്തിന് മുമ്പ് അവന് വിവാഹമായിരുന്നു. നാട്ടിൽ നിൽക്കാം, കാണാം എന്നൊക്കെയാണ് അവൻ എന്നോട് പറഞ്ഞത്. അതനുസരിച്ചാണ് അവൻ്റെ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചതും. പക്ഷേ അത് കഴിഞ്ഞ ഉടനെ തന്നെ അവനും ഭാര്യയും കൂടെ ഗൾഫിൽ പോയി. ഇപ്പോൾ ഞാനുമായിട്ടൊരു കോണ്ടാക്റ്റുമില്ല. ആ കോണ്ടാക്റ്റുകളെല്ലാം അവൻ നിർത്തി. എനിക്ക് മനസ്സിൽ ശരിക്കും ഒത്തിരി ഭ്രാന്തമായ വേദനകളും പ്രശ്നങ്ങളുമാണ്. ഒന്നും എനിക്ക് മറക്കാനാകുന്നില്ല. എനിക്ക് മാനസിക നില തെറ്റിപ്പോകുമെന്ന് തോന്നുന്നു. മാഡം, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഒരു കാര്യം, സുഖകരമായ കാര്യം എന്നും തുടർന്നു പോകാമെന്ന് കരുതരുത്. ജീവിതമല്ലേ, ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകും. അപ്പോൾ ഉയർച്ച വരുമ്പോൾ നമ്മൾ സന്തോഷിക്കും, അല്ലെങ്കിൽ താഴ്ച വരുമ്പോൾ ദുഃഖിക്കും. ഇതൊക്കെ ജീവിതത്തിലുള്ളതാണ് എന്ന് വെച്ചിട്ട് അതിൻ്റെ കൂടെ കൈവിട്ട പട്ടം പോലെ അങ്ങ് പോയാൽ ശരിയല്ല. അമിതമായ ആഹ്ലാദവും പാടില്ല, അമിതമായ ദുഃഖവും പാടില്ല. എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. അവൻ്റെ ജീവിതമുണ്ടായി, അവൻ പോയി. നിങ്ങളെന്തായാലും കല്യാണം കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. നിങ്ങളും അവൻ്റെ അടുത്ത് കല്യാണം കഴിക്കാനൊന്നുമല്ല ചെന്നത്. ഒരേ അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ആ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കൊക്കെ ഒരു വിരാമമായി എന്ന് കരുതുക. അനാവശ്യമായ സെൻറ്റിമെൻറ്റ്സും ഡിപ്രഷനുമൊക്കെ വെറുതെ ജീവിതം കുളമാക്കുകയുള്ളൂ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അനിയത്തിയുടെ ഭർത്താവ്, ആ പയ്യനൊക്കെ ജീവിതത്തെ പ്രാക്ടിക്കലായിട്ടാണ് കാണുന്നത്. നിങ്ങൾ മാത്രം പ്രാക്ടിക്കലായി കാണുന്നു എന്ന് പറഞ്ഞ് അവരുടെ കൂട്ടത്തിൽ ചെന്ന് ചേർന്നിട്ട് ഇപ്പോൾ വ്യത്യസ്തമായി തിങ്ക് ചെയ്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അതിനെ അതിൻ്റെതായ രീതിയിൽ വിടുക. ജീവിതത്തിൽ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ കാണിച്ചൊരു ഉടായ്പാണ്. ആ ഉടായ്പിനെ നിങ്ങൾ തന്നെ അംഗീകരിക്കുന്നുവെങ്കിൽ ഇതിൻ്റെ ഒന്നും പുറകെ പോകരുത്. ഇനിയെങ്കിലും ഭർത്താവിനെയും കുട്ടികളെയൊക്കെ നോക്കിയിട്ട് അവിടെ ജീവിക്കുക. അതായിരിക്കും നല്ലത്. ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ വലിയ മെച്ചമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പിന്നെ ഒട്ടും നിയന്ത്രിക്കാനാവാത്ത ഡിപ്രഷനാണെങ്കിൽ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെയോ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഡോക്ടറെയോ സൈക്കാട്രിസ്റ്റിനെയോ ആരെങ്കിലും ഒന്ന് കാണിക്കാം. അല്ലെങ്കിൽ സ്വയം ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ആലോചിച്ച് നിയന്ത്രിക്കാം. രണ്ടിലേതെങ്കിലും ചെയ്തേ തീരൂ.